അധികമായാൽ അമൃതും വിഷമാണല്ലോ. നമ്മുടെ തൊണ്ട്, പുറമേയുള്ള തൊണ്ട് മാത്രം എന്തോരം കൊടുത്തു കഴിഞ്ഞാലും വിഷയമില്ല. പക്ഷെ ഉള്ളിലെ വൈറസ് സംബന്ധമായ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് ഈ പച്ചക്കറി വേസ്റ്റുകൾ കൊടുക്കുമ്പോഴത്തേക്ക്. ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസമായിട്ട് ചെറിയ മഴക്കോളുകളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. മഴ ഒരുമാതിരിയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാടത്തൊക്കെ പുല്ല് കുറഞ്ഞതുകൊണ്ട് പുല്ലൊക്കെ ഒന്ന് തളിർത്ത് വരും. ബഹുമാരൊക്കെ ഒന്ന് ശരിക്കും ചെറിയ ചാറ്റിലൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഒന്ന് നനഞ്ഞിട്ടൊക്കെ ഉണ്ട്. നല്ല തണുത്തൊരു കാലാവസ്ഥയും രാവിലെ സമയങ്ങളിലൊക്കെ നല്ല മഞ്ഞാണ്, നല്ല മഞ്ഞ് ഉണ്ടാവും. എന്തായാലും മണിയനെയും ഹൈദറിനെയും ഇച്ചിരി അകത്തിയാണെന്ന് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ചെറിയ മഴയുടെയും പിന്നെ ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതുകൊണ്ട് കണ്ടത്തിൽ ഒരുപാട് വെള്ളം, മെയിൻ പൈപ്പാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ ആ വെള്ളം നമ്മുടെ ഈ പാടത്തിലോട്ടാണ് വന്നൊഴുകി പാടം സൈഡിൽ കൂടെ ഓലിയുണ്ട് അതിൽ പോകുന്നത്. നല്ല മഞ്ഞുള്ള കാലാവസ്ഥകളിൽ പോത്തുകൾക്കും ഒക്കെ നല്ല കട്ടി രോമം നന്നായിട്ട് വരും. ഹൈദറിൻ്റെ മേത്തൊക്കെ നല്ല കട്ടിയിലാണ് രോമം, തലമുടിയും ഒക്കെ നല്ല കട്ടി രോമമായിട്ടുണ്ട്. നമുക്ക് കൃത്യമായി തന്നെ കാണാം, നല്ല നീളമുള്ള മുടിയും ഒക്കെ ആയിട്ടാണ്. ഇപ്പോൾ നല്ല നല്ല നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ്. നമ്മൾ ഇവിടെ തീറ്റ അല്പം കുറവായതുകൊണ്ട് ചില സമയങ്ങളിൽ പുല്ല് വണ്ടിയിൽ വെട്ടാനായിട്ട് പോകും. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നൊരു 200 മീറ്റർ മാടി തോട്ടമുണ്ട്. അപ്പോൾ അവിടെ പോയി പുല്ല് വെട്ടിക്കൊണ്ട് വരും. അല്ലാത്ത സമയം നമ്മൾ തീറ്റ വൈകിട്ട് പാടത്തിൽ നിന്ന് അഴിച്ച് സൈഡിലൂടെയുള്ള പുല്ലൊക്കെ നന്നായിട്ട് തീറ്റിച്ച് 2 സൈഡിൽ നിറഞ്ഞ് വയറ് നിറച്ചാണ് വീട്ടിലോട്ട് പോകാറ്. വാഴയ്ക്കകത്തോണ്ട് ഉള്ള ദിവസം നേരത്തെ അഴിച്ചുകൊണ്ട് വന്ന് കെട്ടും. എന്നിട്ട് ഒരു ട്രേ നിറച്ച് മൊത്തം ഇട്ട് കൊടുക്കും. വീണ്ടും സന്ധ്യ ആകുമ്പോഴത്തേക്ക് കുറച്ച് ഒരു ട്രേ കൂടി ഇട്ട് കൊടുത്ത് വയറ് മെയിൻറ്റെയിൻ ചെയ്യും. ശേഷം നമ്മളൊരു രാത്രി 9 മണിയാകുമ്പോഴാണ് കൈത്തീറ്റ കൊടുക്കുന്നത്. ഒരു നേരം നന്നായിട്ട് കൈത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്മാരവിടെ കിടന്ന് ചെറുകടി എന്നുള്ള രീതിക്ക് കൈത്തീറ്റയുടെ കൂടെ കൈത്തീറ്റ നിന്ന് തീരാറായി ആ കൂടെ വാഴയ്ക്കകത്തോട്ടും ടച്ച് കൊടുക്കും. ഇന്നൊരു 3-4 ചാക്ക് തൊണ്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ പോത്തിന് തീറ്റ കൊടുക്കുമ്പോൾ പുല്ലിനെ അപേക്ഷിച്ച് വാഴയ്ക്കയുടെ തൊണ്ടെന്ന് പറയുമ്പോൾ നല്ല കട്ടിയാണ്. അതിന് നല്ല കരമുരാന്ന് കടിച്ച് കഴിഞ്ഞുള്ളൊരു സെറ്റപ്പും ഉണ്ട്. നമ്മൾ വണ്ടിയിൽ നമ്മുടെ പാസഞ്ചർ നിലവിൽ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ ഗുഡ്സ് ഒരെണ്ണം എടുത്തു. അപ്പോൾ അതിലാണ് വാഴയ്ക്കത്തൊണ്ട് ഇപ്പോൾ എടുക്കുന്നത്. അപ്പം പുല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കല്പം കട്ടി കുറവാണ്. ഇതൊരു കുറച്ച് തിന്നുമ്പോൾ ഇതിൻ്റെ ഒരു 4 ഇരട്ടി മേളിൽ പുല്ല് വേണ്ടി വരും. അപ്പം വാഴയ്ക്കത്തോണ്ടാകുമ്പോൾ അല്പം കഴിച്ചാൽ മതി, അതിൻ്റെ വയറ് നന്നായിട്ട് നിറയും. നല്ല ഗുണമുള്ള തീറ്റയാണ് വാഴയ്ക്കയുടെ തൊണ്ട്. വിഷമടിക്കാത്ത തൊണ്ടാണ് ഇത്. നമ്മൾ വർക്ക് കുറവുള്ളപ്പോഴത്തേക്ക് ഫ്രൂട്ട്സിന് കച്ചവടത്തിന് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ പാസഞ്ചർ കൊടുത്തിട്ട് എടുത്തതാണ് ഗുഡ്സ്. അതുമാതിരി നല്ല സെറ്റുമാർക്ക് ഭയങ്കര താല്പര്യമാണ് വാഴയ്ക്കത്തോണ്ട് കഴിക്കാനായിട്ട്. നമ്മൾ മുമ്പിലത്തെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും തന്നെ വാഴയ്ക്കത്തോണ്ട് നമ്മുടെ ഹൈദറിൻ്റെയും മണിൻ്റെയും സ്ഥിര ഭക്ഷണം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പുള്ളിച്ചിരി കുറഞ്ഞു കഴിഞ്ഞാലും പിടിച്ച് നിൽക്കുന്നത് തന്നെ. കാരണം നമുക്ക് വയറ് നല്ല കാലിയായിട്ടാണെങ്കിലും ഒരു 2 ട്രേ വാഴയ്ക്കകത്തോണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വയറ് നന്നായിട്ട് ഫുള്ളാവും. കാരണം നമ്മൾ പുല്ല് എന്തോരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും പുല്ലിന് കട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫുഡിങ് ഒരുപാട് പുല്ല് വേണ്ടി വരും. ഇതിന് വാഴയ്ക്കകത്തോണ്ട് എവിടെയെങ്കിലും കളക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളവർ ഇങ്ങനെ ശ്രമിച്ച് നോക്കുവാണെങ്കിൽ നല്ലൊരു ഇതാണ്. പിന്നെ ചിലവർ തണ്ണിമത്തനും പച്ചക്കറി വേസ്റ്റുകളും കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. വൈറസ് സംബന്ധമായ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് ഈ പച്ചക്കറി
വേസ്റ്റുകൾ കൊടുക്കുമ്പോഴത്തേക്ക് തണ്ണിമത്തങ്ങ എന്ന് പറയുമ്പോഴത്തേക്ക് തണ്ണിമത്തൻ കൊടുത്താൽ കുഴപ്പമില്ല, എന്നാൽ ഒരുപാടായാൽ അധികമായാൽ അമൃതും വിഷമാണല്ലോ. നമ്മുടെ തൊണ്ട് പുറമേയുള്ള തൊണ്ട് മാത്രം എന്തോരം കൊടുത്തു കഴിഞ്ഞാലും വിഷയമില്ല, പക്ഷെ ഉള്ളിൽ ആ ചുവന്ന ഭാഗം മത്തങ്ങയുടെ നീരുള്ള ഭാഗം ഒരുപാടായി കഴിഞ്ഞാൽ വയറ് കമ്പിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. തണ്ണിമത്തങ്ങ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 5 അല്ലെങ്കിൽ ഒരു 6 കൂടുതൽ കൊടുക്കാത്തതാണ് നല്ലത്. പോത്ത് വളർത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പുതിയ വളർത്തുന്നവർക്കായിട്ട് സംശയങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ ഹൈദറിനെ നമ്മളിപ്പോൾ ഏകദേശം ഒരു 1.5 വർഷമായിട്ടുണ്ട് ഹൈദറിനെ വാങ്ങിയിട്ട്. എൻ്റെ അടുത്ത് വേറെ കുഴപ്പമൊന്നുമില്ല, ഒരു ബാക്കിയുള്ളവർ വരുമ്പോഴത്തേക്ക് ചെറിയ ഇടച്ചിലും കാര്യങ്ങളുണ്ട്. മണിയനെ നമ്മൾ മേടിച്ചിട്ട് 4 മാസമായിട്ടുണ്ട്. അതിൻ്റെതായ ഗ്രോത്ത് അവനും നല്ലതുപോലെ ഉണ്ട്. മണിയന് പിന്നെ മൂക്കയറ് നിലവിലിട്ടിട്ടില്ല, മൂക്കയറ് ഇടാറായിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെ ഒട്ടും പ്രശ്നക്കാരനേ അല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം മൂക്കയറ് നിലവിലിട്ടിട്ടില്ല. കാരണം വേറെ ശല്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഭയങ്കര ഇച്ചിരി ഇടച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു നേരത്തെ. പിന്നെ അവൻ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ മൂക്കയറ് പിടിച്ച് വലിക്കുന്നു പറഞ്ഞ പുള്ളിക്കാരൻ തലയങ്ങ് മാറ്റിക്കൊണ്ട് പോകും ഒരുപാട് അടുത്ത് പോകുമ്പോൾ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.